ഹായ്, വീണ്ടും ഞാനൊരു ഫുഡ് റെസിപ്പി പറഞ്ഞുതരാം. ഇതൊരു പായസമാണ്. അപ്പോൾ ആ പായസത്തിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്യാരറ്റ് ആണെന്ന്. ഇത് ക്യാരറ്റ് അല്ല, ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ്, അല്ല കപ്പക്കിഴങ്ങ്, മരവള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആണിത്. അപ്പം അതിലേക്ക് സ്വീറ്റ് പൊട്ടറ്റോ വേണം. അതുപോലെ തന്നെ മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര ഇടാൻ ആഗ്രഹമെങ്കിൽ പഞ്ചസാര ഇടുക, അല്ലെങ്കിൽ ശർക്കര ലൈറ്റ് കളറായിട്ട്. ഇത് ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കരുത്, കുറച്ച് ലൈറ്റായിട്ടിരിക്കുന്നതാണ് ഇത് കാണാൻ നല്ല രസം. അപ്പം ലൈറ്റ് കളറായിട്ടുള്ള ശർക്കരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ ചേർക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്തോളുക. അതുപോലെ തന്നെ ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് സാബൂദന എന്ന് പറയും കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ, നമ്മുടെ നാട്ടിലോട്ട് ചവ്വരി എന്ന് പറയും. അപ്പോൾ ചവ്വരി കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പിന്നെ തേങ്ങയുടെ രണ്ടാം പാല്, തേങ്ങയുടെ ഫസ്റ്റ് പാല്. ഇത് കുറച്ച് കുറുകിയ പാലും ഇത് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പാലുമാണ്. ഇത് വെള്ളം കുറച്ച് കൂടുതൽ കൂട്ടി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതും. ഇത് വെള്ളം കുറച്ച് ഫസ്റ്റേ തന്നെ തേങ്ങ നമ്മൾ അടിച്ചെടുക്കുന്ന പാല്. പിന്നെ ഏലക്കയും പഞ്ചസാരയും കൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 10 ഏലക്കകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് വേണം. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാനിത് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ ഈ അളവ് കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പാചകം ചെയ്ത് നോക്കാനാണെങ്കിൽ നിങ്ങൾ ഇതേ അളവിൽ തന്നെ ചെയ്ത് നോക്കുക. അല്ല നിങ്ങളുടെ വീട്ടിലേക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആളിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ച് നിങ്ങളിതിന് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഏത് റെസിപ്പി ചെയ്താലും എൻ്റെ റെസിപ്പി കാണുന്ന കുട്ടികൾ ചെയ്ത് നോക്കുന്നുണ്ട്, എനിക്കൊരു ഫോട്ടോയൊക്കെ ഇട്ട് തരുന്നുണ്ട് പേഴ്സണലായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഇതേ അളവിൽ പോയി ചെയ്തിട്ട് കുറഞ്ഞു പോയി എന്ന് പറയരുത്. കാരണം അത് ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ ആവശ്യം എൻ്റെ അളവിലേക്കുള്ളതാണ്. നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതനുസരിച്ച് നിങ്ങളത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന എന്ത് റെസിപ്പിയാണെങ്കിലും ഞാൻ അതിൻ്റെ സാധനങ്ങളും അത് ഫുഡ് പാചകം ചെയ്യുന്ന രീതിയും മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നുള്ളൂ. അളവുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ കൂട്ടിയും കുറച്ചും ചെയ്തോളൂ. അത് നിങ്ങളുടെ വീടുകളിലെ ആളുകൾ എത്രത്തോളം കഴിക്കും, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ അത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പോയാലോ? ബായ്. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് നമുക്കൊന്ന് വഴറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന അത്ര നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല പായസമായിട്ട്. അപ്പോൾ അത് നെയ്യൊക്കെ ഒരുവിധം ഉരുവി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പായസത്തിന് വറക്കുമ്പോൾ ഫസ്റ്റേ നമ്മൾ വറുത്തെടുക്കേണ്ട അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴേ നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ഫസ്റ്റേ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ട് മുന്തിരിങ്ങ പെട്ടെന്ന് ഗോൾഡൻ കളറാവും. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മുന്തിരിങ്ങ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിത് മാറ്റിയിട്ടാണ് മുന്തിരിങ്ങ ഇട്ട് വറക്കാൻ പോകുന്നത്. ഞാൻ ഇത് മാറ്റിയിട്ട് കാണും. ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരിങ്ങ പെട്ടെന്നാവും. അതൊന്ന് ഇതാക്കിയിട്ട് നമുക്കതും മാറ്റി വെക്കാം. മുന്തിരിങ്ങ എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ പരുവത്തിൽ തന്നെ മുന്തിരിങ്ങ മാറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു. മുന്തിരിങ്ങ നമ്മൾ വറുത്ത് മാറ്റി അതിലേക്ക് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നല്ല വഴക്കണം. നല്ല വഴറ്റി ഒരു 10-15 മിനിറ്റ് കൂടുതൽ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ച ഇതെല്ലാം മാറി ഇതൊന്ന് വെന്ത് ആവും. ആ സമയം വരെ നമ്മളിത് വഴറ്റണം. സ്വീറ്റ് പൊട്ടറ്റോ വഴറ്റിയത് മാറ്റിയിട്ട് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടാവട്ടെ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാബൂദന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി അതിനെ മിക്സ് ചെയ്യാം. നമ്മൾ ചവ്വരി വേവിച്ചത്, സാബൂദന വേവിച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വിട്ട് കൊടുക്കുക. മധുരമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ആ പാൽ, തേങ്ങാപ്പാൽ നിങ്ങൾക്ക് കുറവാൻ തോന്നിയാൽ കുറച്ച് പശുവും പാലും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് അത് ഒന്ന് തിളയ്ക്കാനെ കൊണ്ട്, കുറുകൊന്നും വേണ്ട, തിളയ്ക്കാനെ കൊണ്ട് വിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് നേരെ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ നല്ല ഒന്ന് കുറുകട്ടെ. അപ്പോൾ നമുക്കിനി മധുരം ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇനി ഈ മധുരവും ചേർത്ത് ഇതിൻ്റെ ബാക്കി ഏലക്കയും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പായസം പെട്ടെന്നാക്കി എടുക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വെജിറ്റബിൾ അല്ലേ, അതങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ നല്ലതല്ലേ. അപ്പോൾ നല്ല കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലും ആ സാബൂദനയും അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും എല്ലാം കൂടെ നല്ലൊന്ന് കുറുകി കണ്ട. അതിൻ്റെ ഒരു കളർ തന്നെ കേട്ടോ, നല്ലൊരു പാലടയുടെ പിങ്ക് പാലടയുടെ കളറായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് മധുരമായിട്ടുള്ള ശർക്കര, ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ മധുരം എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നോക്കിയിട്ടൊഴിക്കാം.
നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മധുരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടി അതും നിങ്ങളുടെ പായസത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഏലക്കയുടെയൊക്കെ ഫ്ലേവർ വരത്ത അത്ര ആണ് നിങ്ങളിട്ട് കൊടുക്കേണ്ടത്. അതിട്ട് കൊടുത്തിട്ട് ഇളക്കുക. ഞാനതിലേക്ക് ഏലക്കപ്പൊടിയും ഏലക്കപ്പൊടി ചേർത്ത് നല്ല ഇളക്കി. അപ്പം അതും നല്ല പായസത്തിനകത്ത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തു. ഇനി തീ നല്ലപോലെ കുറച്ച് വെച്ചേക്കാണ് ഞാൻ, കാരണം നമുക്ക് ഫസ്റ്റ് പാലൊഴിക്കാനുണ്ട്. അതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഇളക്കി യോജിപ്പിക്കുക. നിങ്ങളൊന്ന് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ലതാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. എളുപ്പത്തിലാക്കാൻ പറ്റും. നമ്മൾ ഈ ചൗവരി വേവിക്കുന്ന സമയം മാത്രമേ നമുക്ക് അത് വേവിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതാക്കിയെടുക്കാൻ പറ്റും. അധികം സാധനങ്ങളും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ. നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറേ കാലം കൊണ്ട് ഇതൊക്കെ തന്നെ കഴിക്കല്ലേ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക്, അവർക്ക് മധുരം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുമല്ലോ, അപ്പോൾ അതിലേക്ക് ആ വെജിറ്റബിളായിട്ട് അങ്ങ് ചെല്ലും അവർക്ക്. സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ലതല്ലേ ശരീരത്തിന്. ചില കുഞ്ഞുങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇതൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അതെല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി തീ നല്ല അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തേങ്ങയുടെ കുറുകിയ പാല് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കരുത്. ചെറിയ ഒന്ന് ചൂടായി ബബിൾസ് വരുന്നത് വരെ നമ്മൾ നോക്കണം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണ്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. സൂപ്പർ പായസമാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നാക്കി കൊടുത്ത് നോക്കുക. എന്നും അരിപ്പായസമോ സേമിയ പായസമോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. നല്ലൊരു പായസമാണ്. ഇത് ഇത്രയും ലൂസായിട്ടിരിക്കുന്ന കണ്ടിട്ട് ഒന്നും ചിന്തിക്കേണ്ട, കാരണം ഇത് ഇത്തിരിയും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പം നല്ലൊരു കുഞ്ഞുങ്ങളിത് കഴിക്കും. അതെന്താണെന്ന് അവർക്ക് അതിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾ കൊടുക്കുമ്പോഴല്ലേ അവർ വേണ്ടാന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി ദൂരെ കളയണം. ഇതിൽ നിന്ന് അവരെടുത്ത് കളയാൻ പറ്റത്തില്ല. സ്പൂൺ കൊണ്ട് കോരി അവരതും കുടിക്കുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹെൽത്തല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ മെനക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ദോഷകരമായ ഒന്നുമില്ല. കാരണം ഞാൻ മധുരത്തിന് ജാഗരിയാണ് ചേർത്തിരിക്കുന്നത്, ശർക്കരയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.